എന്തേ? എന്താ വേണ്ടത്? 1.5 കാലേ ഉള്ളൂ, എന്നിട്ടും ഇത്ര ചങ്കൂറ്റോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. വേണോ? എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരാൻ നീ എടുത്തു കളയും അല്ലേടാ? അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എവിടെ? ദാ അവിടെ. പോയി എടുത്തോണ്ടാ, ചെന്ന് എടുത്തോണ്ടാ. എന്താടാ നീ തൊടാൻ എത്ര മടി? മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു. വലിയ മിടുക്ക് കാണിച്ചാലുണ്ടല്ലോ, ഈ പണ്ടാരമൊക്കെ അടിച്ചു പൊളിച്ച് കുടംപുളി ചവിട്ടുന്ന പോലെ നിന്നെ അതിനകത്ത് ചവിട്ടും. ഒരു പട്ടി അപ്പൂട്ടോട് ചോദിക്കത്തില്ല, മനസ്സിലായടാ? ഒരു പാക്കറ്റ് സിസറ എടുത്തേ. തീപ്പം വേണ്ട. പിടി സേത്ത് മുറുക്കാൻ തണുത്ത സോഡ കുടിച്ചു പോവാം. തണുത്ത സോഡ കുടിച്ചു പോവാം കേട്ടോ. ശീതപാനീയങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. മനസ്സും ശരീരവും തണുപ്പിക്കാം. പിടി സേത്ത് മുറുക്കാൻ നാരങ്ങ വെള്ളം, തണുത്ത സോഡ, തണുത്ത നാരങ്ങ തണുത്ത നാരങ്ങ തണുത്ത സോഡ തണുത്ത സോഡ നാരങ്ങ സോഡ നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം, സോഡ, തണുത്ത സോഡ കുടിച്ചു പോവാം. സോഡ നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ വെള്ളം. വീട് സിഗരറ്റ് മുറുക്കാൻ നാരങ്ങ വെള്ളം. മധുരം മുറുകി പോവാൻ കേട്ടോ. ഓറഞ്ച് മധുരം. കൺമിഷൻ ചാർത്തൊക്കെ വന്നിട്ടുണ്ട്, നോക്കണോ? വേണ്ട. ഇല്ലേ, കരിമണി മാലയുണ്ട്, ഒറിജിനൽ തോറ്റു. അന്ന് ശ്രീദേവി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയേറ്റതാ. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞതാ, 36 ഇപ്പൊ ഓർമ്മയില്ലായിട്ടാ. നമ്മുടെ സ്ഥിരം കസ്റ്റമറാ. അപ്പോ ഓറഞ്ചോ ഗ്രേപ്സോ? കുമാരേട്ടന്റെ ഇഷ്ടം. എന്നാ പിന്നെ ഗ്രേപ്സ് ആയിക്കോട്ടെ, കളറ് വെക്കാൻ നല്ലതാ. ചെട്ടിയാരെ, ഏതാ കുട്ടി? എന്താ പിടിച്ചെടുക്കണോന്ന് എനക്ക്? അങ്ങനെയൊന്നുമില്ല. ആ കുമാറിനെ പോലെ വരവും പോവും ചെയ്യണ പെണ്ണുങ്ങളെ കണ്ണു വെക്കാണ്ട് കച്ചവടം ചെയ്യാൻ നോക്ക്. ആദ്യം കച്ചവടം ഒന്ന് പച്ച പിടിപ്പിക്ക്, എന്നിട്ട് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണിനെ നിനക്ക് ശരിയാക്കി തരാം. ഈ പിള്ളാരെ കൊണ്ട് നമ്മൾ തോറ്റു. എന്താടാ ഇത്? നമസ്കാരം. എങ്ങനെയുണ്ട് ശേഖരൻകുട്ടി? കച്ചവടമൊക്കെ ഉഷാറായിട്ട് നടക്കണില്ലേ? ഉവ്, ശേഖരൻകുട്ടിയല്ല, നാരായണൻകുട്ടി. ഇപ്പൊ കാലായി, കച്ചവടായി. നന്നാവട്ടെ. ഈ കട വളർന്ന് പടർന്ന് ഈ ആല് പോലെ പന്തലിക്കണം. കടയിലേക്ക് നിറയെ സാധനങ്ങൾ വാങ്ങി വെക്കണം. അല്ല, അതിനൊക്കെ സഹായിക്കാൻ ഒരാളിന്റെ പരസഹായം ഇല്ലാണ്ട് തനിക്ക് ഈ പ്ലാസ്റ്റിക് കാലം വെച്ച് ബസിന്റെ മുകളിൽ വലിഞ്ഞേറാൻ പറ്റുമോ? പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത്. അയ്യോ, കൃഷ്ണൻകുട്ടി അല്ല, നാരായണൻകുട്ടി. നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാവാണ്ടിരിക്കണോ ചെട്ടി? അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ലിസ്റ്റ്. മാധവൻകുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചു മിടുക്കന്റെ കയ്യിൽ കൊടുക്കുക. അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും. താനത് വിൽക്കുക, വളരുക,
പടരുക, പന്തലിക്കുക, വേണമെങ്കിൽ കുറച്ച് കുറച്ച് പുഷ്പിച്ചോ. എന്താന്ന് വെച്ചാ ചെയ്യാ. പക്ഷെ ഇതിന്ന് ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ അത്? എന്താ എന്താ? നന്ദി. ആ, അതുണ്ടാവണം. ഈ കടവൽ ഇതൊക്കെ പറഞ്ഞ വളരെ ചെലവുള്ള കാര്യമായതുകൊണ്ടാ. അതെ, കുട്ടി മാത്രല്ല, ലോകത്ത് അശരണരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ? അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ? ഒന്നും ഉന്തിത്തരും. വീഴലടാ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഒന്നും ഉന്തിത്തരും. പിന്നെ താൻ വലിച്ചോ. ഉരുണ്ട് വരണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ. ആ, അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞേ? എന്താ? നന്ദി. കുട്ടികൾക്ക് പഴം പഴം പഴം. ആ, കുട്ടികളെ പഴത്തോളൂ പഴത്തോളൂ. ഓ, ചായ താൻ കുടിക്കേ. അയ്യോ വേണ്ട, താൻ കുടിക്കറോ. കച്ചവടമൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. കുറച്ച് പച്ചക്കറി. അയ്യോ, പച്ചക്കറിയുടെ ആവശ്യമൊന്നും ഉണ്ടായില്ലോ. വെക്കി വെക്കി വെക്കി. ആ, പപ്പടോ? പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? എന്താ ആൾക്കാർക്ക് എന്നോടുള്ളൊരു സ്നേഹം. വെച്ചില്ലേ ഡോറടക്കി. ചെട്ടി പിന്നിൽ കറക്റ്റ് ചെക്കൻ അവിടെ നിന്ന് മാറിക്കാൻ പറഞ്ഞേ. അങ്ങോട്ട് മാറണടാ. ആ, അങ്ങോട്ട് മാറാ പിള്ളേരെ. ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ. ഈ പിള്ളേർ എന്താ ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യണത്? എവിടെ കിടന്ന് സെറ്റകളാ ഈ വിറ്റകളൊക്കെ? നമ്മുടെ നാടിനല്ലേ മോശം? കുനിഞ്ഞു കുനിഞ്ഞ് നട്ടല് വളഞ്ഞല്ല. Yes sir, 3 bags full. Yes sir, 3 bags full. One for my master, one for my dame. One for my master, one for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. One for my master, one for my dame. One for my master, one for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. എന്തൊക്കെയുണ്ട് ശ്രീദേവി ടീച്ചറെ? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ഉവ്വെന്നല്ല, ഉവ്വെന്ന് പറയൂ. ശ്രീദേവി ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞുണ്ടല്ലോ. ഇല്ല, മെലിഞ്ഞിട്ടൊന്നുമില്ല. ഉവ്വ് മെലിഞ്ഞിട്ടുണ്ട്. പാല്, മുട്ട, ഏത്തപ്പഴം തുടങ്ങിയ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. അതൊക്കെ കഴിക്കേണ്ട പ്രായല്ലേ കുട്ടിക്കിപ്പോ? ആരെ നോക്കണേ? ആട്ടെ, ഇതൊക്കെ പോട്ടെ. എന്നെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് തോന്നും? പറയൂ, എനിക്ക് ധൃതിയുണ്ട്, അതുകൊണ്ടാ. പറയൂ. എനിക്ക് വയസ്സ് പറയാനൊന്നും അറിയില്ല. എന്നാലും ഒരു 50-55. അത് വെറുതെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തിയില്ലേ? അതാണ് ലാസർ. റൊട്ടിയും ബിസ്ക്കറ്റും ഒക്കെ തീർന്നിരിക്കുക. എന്നിട്ടും പാറുട്ടിയമ്മയുടെ തടി ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ. എന്താ വേണ്ടെച്ച ശ്രീദേവിയോട് പറഞ്ഞാ പോരെ? അതിനിപ്പോ എന്റെ ഒരു അനുവാദം വേണോ? അങ്ങാടിയിൽ ഞാൻ ആ വികലാംഗഞ്ഞക്കിന് സംഭാവന ചെയ്ത കട കണ്ടില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാ അവിടുന്ന് വാങ്ങിച്ചാ പോരെ? എന്തേ? ആ, എവിടെ പോയി കിടക്കുന്നു എന്റെ ടീച്ചറെ? ഹേമ ടീച്ചർക്ക് കുട്ടികളെ കണ്ടാ പിന്നെ ഊണും വേണ്ട കാപ്പിയും വേണ്ട അല്ലേ? ഹേമ ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞുണ്ടല്ലോ. ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല. എന്നാ വേണ്ട. ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ? തമാശ. ആട്ടെ, ഇതൊക്കെ പോട്ടെ. എന്തോ ഒരു സാധനം കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ. ആരായിരുന്നു അത്? പാറുട്ടിയമ്മയാണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ശ്രീദേവി ആയിരിക്കും. ഞാനല്ല. പിന്നെ ആരാ അത്? അത് ഞാനാ. ആണോ? എന്നാ വന്നേ. അല്ല, റൊട്ടിയും പിണ്ണാക്കൊക്കെ ശ്രീദേവിയോട് ചോദിക്കേ. ഇവർക്ക് കുറച്ച് റൊട്ടി മറ്റൊക്കെ കൊടുക്ക്. ആരെങ്കിലും കാണൂ കേട്ടോ. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് ഞാൻ ഹേമയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു. ശരി, പോട്ടെ. പൈസ ആ പോ, പിന്നെ തരാം. ശരി, തുണിയെടുത്തേ. തുണിയാ? ആ. അയ്യോ, ഇതെന്തു പറ്റി? ഒരിടത്ത് വീണോ? അല്ല, കുത്തിയതാ. ആര്? ഒരു പന്നിയുടെ മോൻ. അടുത്തില്ലായിരുന്നെങ്കിൽ പണ്ടത്തിന് കയറ്റിയനെ. അവന്റെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചേനെ. അയ്യോ, ചത്തില്ല. കാല് മുറിച്ച് കളയേണ്ടി വരും. ഇനി 1.5 കാലം വെച്ച് തെണ്ടട്ട പട്ടി.
പിന്നെ എന്താ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? ലാസർ മോലാളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്നും പറഞ്ഞു. അത് നിങ്ങളാണോ? ദാ പിടിച്ചില്ല എനക്ക്. വാങ്ങാനുള്ള സാധനങ്ങളുടെ കാശ് ലിസ്റ്റോടാ. അതിപ്പോ ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി. നിന്റെ സൗകര്യത്തിന് വാങ്ങിക്കാൻ വേറെ ആളിനെ നോക്കണം. കാശ് കൊണ്ടാകണമെങ്കിൽ. എന്താ നിനക്കെത്ര മടി? ഞാൻ സഹായത്തിന് നിൽക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടോ? അപ്പൂട്ടി ആരെയും പറ്റിക്കുകയും പറിക്കുകയൊന്നുമില്ല. ആവശ്യമുണ്ട് ആണുങ്ങളെ പോലെ കാശ് ചോദിച്ചു വാങ്ങിക്കും. മനസ്സിലായടാ? ആശാനെ ഒന്ന് കേറിട്ട് വാ. ഇത്തിരി മരുന്ന് വെച്ചിട്ട് പോവാം. ഓ, മരുന്ന് മാത്രമൊന്നും വേണ്ട. അയ്യോ, ചിലപ്പോ സെപ്റ്റിക് ആയാലോ. വന്നാട്ടെ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് പറ്റിയ ആശാനെ? ഓ, ഒരു കുത്തു കളഞ്ഞതാ. ആദ്യം ഏത് വിവരദോഷി അപ്പൂട്ടി ആശാനെ കുത്താൻ? ഒരു മൊണ്ണ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അതാ മരുന്നെടുക്ക്. ഇതെന്താടോ? വാറ്റ. ആ, ഇതിന്റെ ബിസിനസ് ഉണ്ടോ എനിക്ക്? അയ്യോ, ഇത് വിൽക്കാനല്ല. ആശാനെ പോലുള്ള VIP സ്വരൂപ് മാത്രമേ പുറത്തെടുക്കൂ. പിന്നെ കടയടച്ച് പോകാൻ നേരത്ത് ഞാൻ ഒരു 2 വീശും. നീറോടോ? ഇതുപോലുള്ള കൊച്ചു കൊച്ചു നീറ്റിലല്ലോ അപ്പൂട്ടി ആശാന്റെ പ്രശ്നമാണോ? നാളെ കഴിയും. ലേശം വീശണ. വലിയ ലിസ്റ്റൊക്കെ ആണല്ലോ. അതാ 1.25-ന്റെ. സിഗരറ്റ്, തീപ്പെട്ടി, നീലം, വള, മാല, കൺമഷി, റിബൺ, കരിമണി മാല. ഇത് ശരിയല്ലോ പുട്ടിയാശാനെ. ഏത്? മഹിളകൾക്ക് വേണ്ടി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോ ഈ വക കാര്യങ്ങൾ അവൻ കൈവെക്കുന്നത് ശരിയല്ല. എടുക്ക. അല്ല, ഈ ലേഡീസ് ഐറ്റംസ് അങ്ങ് വിട്ടേക്കാം. അല്ല, ഇവിടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നല്ല. എന്തായാലും അത് ഞാൻ ആലോചിച്ചോളാം. തിരക്കില്ല. ഡ്രൈവറും കണ്ടക്ടറും ചായ കുടിക്കണേ ഉള്ളൂ. പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങണമെന്നില്ല. വാങ്ങണ്ടെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേ? വാങ്ങണമെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേന്ന്? നോക്കണേന്റെ സുഖം നോക്കണവർക്കല്ലേ അറിയുള്ളൂ, അല്ലേ? ഇത് നോക്കിയാ